നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മി കണ്ണനും അച്ഛനും വന്ന ആക്സിഡന്റ് മനഃപൂർവ്വം പ്രതാപൻ ഉണ്ടാക്കിയതാണെന്ന് പ്രതാപന്റെ മുഖത്തു നോക്കി പറഞ്ഞ കാര്യം വീട്ടിൽ വന്നു പ്രതാപൻ ഓർക്കുകയാണ്. എന്നാൽ അവിടേക്ക് വരുന്ന പ്രതാപന്റെ അമ്മ, മഹാലക്ഷ്മിയുടെ അമ്മ, അമ്പലത്തിൽ പോയിട്ട് കുറച്ചധികം നേരമായെന്നും ഇതുവരെ കാണാത്തതുകൊണ്ട് മഹാലക്ഷ്മിയെ കാണാൻ പോയിട്ടുണ്ടാകുമെന്നും പറയുന്നു. പ്രതാപൻ ഭയപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ വിളിച്ച് പഴയ ആക്സിഡന്റിന്റെ കാര്യം കുത്തിപ്പൊക്കരുതെന്ന് പറയുന്നു. എന്നെയും കണ്ണേട്ടനെയും ഇനിയെങ്കിലും ഞങ്ങളുടെ വഴിക്ക് വിട്ടാൽ കണ്ണേട്ടനോട് ഞാൻ ഒന്നും പറയില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നു. എന്നിട്ട് ഫോൺ വയ്ക്കുന്നു. ഇവരുടെ സംസാരം മഹാലക്ഷ്മിയുടെ അമ്മ കേൾക്കുന്നു. വ്യക്തമായില്ലെങ്കിലും മഹാലക്ഷ്മിയെയാണ് പ്രതാപൻ വിളിച്ചതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നു. പിറ്റേ ദിവസം അമ്മ മഹാലക്ഷ്മിയെ കണ്ട് ചോദിക്കുന്നു, എന്തിനാണ് പ്രതാപൻ നിന്നെ വിളിച്ചതെന്ന്. കണ്ണേട്ടനും അച്ഛനും ലോറി അപകടത്തിൽ മരിച്ചത് പ്രതാപൻ എന്ന രണ്ടാനച്ഛൻ്റെ ലോറി ഇടിച്ചാണെന്നും അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആസൂത്രിത കൊലപാതകമായിരുന്നെന്നും മഹാലക്ഷ്മി പറയുന്നു. അന്ന് ഞാൻ ആ ലോറിയിൽ ഉണ്ടായിരുന്നെന്നും എന്നിട്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞിട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്നും മഹാലക്ഷ്മി പറഞ്ഞു. അന്ന് കണ്ണേട്ടൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്നും അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അമ്മ എതിർത്തിട്ടും വിവാഹത്തിന് സമ്മതിച്ചതെന്നും മഹാലക്ഷ്മി അമ്മയോട് പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിയ അമ്മയ്ക്ക് അന്ന് അങ്ങനെ പറഞ്ഞതിന് കുറ്റബോധം തോന്നുകയും ഉടനെ തന്നെ കണ്ണനെ കാണണമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയുടെ കൂടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കണ്ണനെ കണ്ടു അമ്മയ്ക്ക് അന്നത്തെ സംഭവം ഓർത്ത് വിഷമം തോന്നി. പിന്നീട് കണ്ണൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് ചെന്ന അമ്മ പ്രതാപനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ ആണ്ടുബലി എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്നില്ലേ? കൊലയാളികൾ ബലി ചെയ്താൽ പിതൃക്കൾക്ക് അതുകൊണ്ട് ഫലമുണ്ടാകില്ല. നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നതെന്ന് പ്രതാപൻ അമ്മയോട് പറയുന്നു. കണ്ണന് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കിയെടുത്ത് കുടിക്കാൻ പോകുന്ന കരുണയോട് രണ്ടാനമ്മ പറയുന്നു, അത് കുടിക്കരുത്, കുഞ്ഞിന് ദോഷമാണെന്ന്. മനഃപൂർവ്വം അവളുടെ കുഞ്ഞിനെ മഹാലക്ഷ്മി കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയോട് വഴക്കിടുമ്പോൾ അത് കേട്ട് കരുണയുടെ ഭർത്താവ് ഉണ്ണിയും വരുന്നു. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകില്ല എന്ന് കരുതി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് ഉണ്ണി പറയുന്നു. ഇത് കേട്ട് മഹാലക്ഷ്മി പറഞ്ഞു, ഞാൻ ആർക്കും ജ്യൂസ് കൊടുത്തില്ല. ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് എടുത്ത് കുടിക്കാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? ജാറിൽ ബാക്കി ജ്യൂസ് വെക്കാതിരിക്കാൻ ഇനി മുതൽ ശ്രദ്ധിക്കാം, സോറി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്നും പോകുന്നു. ഇതറിഞ്ഞ പ്രതാപനോട് പ്രതാപന്റെ അമ്മ പറയുന്നു, മഹാലക്ഷ്മിയെ അവിടെ ചെന്ന് തല്ലണമെന്ന്. എന്നാൽ ഇത് പഴയ പ്രതാപനല്ല. ഇയാൾ ചെയ്തിട്ടുള്ള കൊലപാതകം ഇപ്പോൾ മഹാലക്ഷ്മിക്കറിയാം. ഇതിൻ്റെ പേരിൽ മഹാലക്ഷ്മിയോട് വഴക്കിട്ടാൽ ആ നിമിഷം മഹാലക്ഷ്മി എല്ലാം കണ്ണനോട് പറയുമെന്ന് ഭയന്ന പ്രതാപൻ അമ്മയോടിപ്പോൾ അങ്ങോട്ട് പോകേണ്ട എന്ന് പറയുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.